വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കാൻ കിട്ടിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ മഹത്തായ സൗഭാഗ്യമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് സൂറത്തുൽ ളുഹയും അതുപോലെ തന്നെ സൂറത്തുൽ ശറഹും ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സായ സൂറത്തുൽ ഖദർ ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്ത് അത് പഠിക്കുകയും ചെയ്യാം, മനഃപ്പാഠമാക്കാനും നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നല്ല ഹിഫ്ള്, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രായവ്യത്യാസമില്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സാണ്. പരമാവധി ക്ലാസ്സുകൾ കേൾക്കുകയും ആ കേട്ടതനുസരിച്ച് നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുകയും അവസാനം അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് കേൾക്കുകയും ഇനി അതിൻ്റെ കൂടെ 2-3 പ്രാവശ്യം കൂടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ഓതി സ്വന്തമായിട്ടൊന്ന് ഓതി നോക്കിയാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനഃപ്പാഠമാവുന്നത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖദർ ആണ്. മഹത്വം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ഖദറിന്റെ മഹത്വം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കൂടുതലായിട്ട് കേട്ട് പരിചയമുള്ള സൂറത്താണ്. മാത്രമല്ല ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാ വുളൂഇന്റെ ശേഷവും 3 പ്രാവശ്യം ഓതാൻ വേണ്ടി പറഞ്ഞ സൂറത്തും കൂടിയാണ് സൂറത്തുൽ ഖദർ. നാം സാധാരണ വുളു എടുക്കുന്ന സമയത്ത് ഏതൊക്കെ സമയത്ത് വുളു എടുക്കുന്നോ അതിനൊക്കെ ശേഷം ദുആ ചെയ്യുകയും ആ ദുആക്ക് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുകയും ചെയ്യണമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുക്കളും നമ്മെ പഠിപ്പിച്ചതാണ്. നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് ശീലമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം ഓതിയാൽ, 1 പ്രാവശ്യം ഓതിയാൽ അവൻ സിദ്ദീഖീങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം ഓതുകയാണെങ്കിൽ ശുഹദാക്കളുടെ കൂടെയായിരിക്കും. 3ാമത്തെ പ്രാവശ്യം ഓതുകയാണെങ്കിൽ അമ്പിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുചര്യ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സുന്നത്ത് എന്നുള്ളത്. അതൊക്കെ നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സുന്നത്തല്ലേ എന്ന ആ ഒരു ചോദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉദിക്കാൻ പാടില്ല. ഏത് കാര്യത്തിലായാലും സുന്നത്തിന്റെ കാര്യം നമ്മൾ വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അത് സുന്നത്തല്ലേ ഉള്ളൂ എന്നുള്ളതായ ആ ഒരു ധാരണ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേ മതിയാകൂ എന്നർത്ഥം. ഫർദിനെ സംബന്ധിച്ച് ഫർദ് നമ്മൾ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. അത് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. സുന്നത്തിനെ സംബന്ധിച്ച് അത് സുന്നത്തല്ലേ എന്നുള്ളതല്ല, അത് സുന്നത്താണ്. അത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഏറ്റവും പ്രിയം വെക്കുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടം വെക്കേണ്ട ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ തനിയായികൾ എന്ന് നമ്മളൊക്കെ പറയുന്ന ആ നമ്മൾ അവിടുത്തെ ചര്യ മുറുകെ പിടിക്കുന്നവരാകണം. കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ചെയ്യുന്നവരാകണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇനി ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തുകളും ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തുടക്കത്തിൽ തന്നെ ശദ്ദുള്ള നൂനാണ്. ശദ്ദുള്ള നൂന് മണിക്കണം. ഇന്ന മണിച്ചു, നീട്ടാൻ ഒരു അലിഫുണ്ട്. ഇന്ന നീട്ടി, അതിൻ്റെ കൂടെ മദ്ദുണ്ട്. ഇന്ന നീട്ടി, മദ് മുൻഫസിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു നിലക്കാണ്
മദ്ദില്ലെങ്കിൽ ഇങ്ങനെ ഓതാ ഇന്ന. മദ്ദുണ്ടായതോടുകൂടെ ഇന്ന അൻസൽനാഹു. ഇഖ്ഫ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം സാ വന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. അവിടെ മദ്ദുണ്ട്. മദ് മാത്രം അല്ലേ? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്രി റാഇന് കസ്റാണ്. കസ്ർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. ലൈലത്തുൽ ഖദ്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ. സുക്കൂനുള്ള അവിടെ തൻവീന് ശേഷം മീം വന്നു. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ടതാണ്. ഖൈറും മി കൂട്ടി യോജിപ്പിച്ചു മണിക്ക. ഖൈറും മിൻ. അവിടെ നൂനിന് സുക്കൂനാണ്. നൂനിന് ശേഷം ഹംസ, ഹ, ഐന്, ഗൈന് ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം എന്നുള്ളതാണ്. സുക്കൂനിനെ വെളിവാക്കണം, അല്ലെങ്കിൽ തൻവീനായാലും സുക്കൂനുള്ള നൂനായാലും ഒക്കെ വെളിവാക്കണം എന്നുള്ളതാണ്. മിൻ എന്ന് വെളിവാക്കി പറയണം. ഖൈറും ഖൈറുൻ എന്ന് പറഞ്ഞില്ല, കാരണം ഇദ്ഗാം ബിഗുന്നയാണ്. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന്, വാവ്, മീമ്, യാ. ഇൻഷാ അല്ലാഹ് സ്ഥിരമായി കേൾക്കുന്ന ആളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൽബിലേക്ക് തന്നെ വരും ഇൻഷാ അല്ലാഹ്. ഖൈറും മി തൻവീനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള പിന്നെ മീമിൻ്റെ ശേഷം അതുപോലെ തന്നെ തൻവീൻ്റെ ശേഷം ഇതിൻ്റെ ശേഷങ്ങളൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞത്. തൻവീനിൻ്റെ ശേഷം നൂന്, വാവ്, മീമ്, യാ ഈ അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ നൂനിനെ തൻവീനിനെ എന്ത് ചെയ്യുക, നൂനെന്നെ ഒന്നുകിൽ നൂന് അല്ലെങ്കിൽ തൻവീന്, ആ തൻവീനിനെ നേരെ അടുത്ത അക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഖൈറുൻ എന്ന് പറയാതെ ഖൈറും മി, അതുകൊണ്ടാണ് അവിടെ ശബ്ദ വരുന്നത്. അപ്പോൾ അതേപോലെ ഓതുക. ഖൈറും മിൻ അൽഫി ശഹ്ർ. ഖൈറും മിൻ അൽഫി ശഹ്ർ. മിൻ ഇദ്ഹാർ ചെയ്യാനുള്ള കാരണം ഹംസ വന്നു എന്നുള്ളതാണ്. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം 4 എണ്ണമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിലൊക്കെ പറയാം. അപ്പം ഇങ്ങനെ പിന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ വെളിവാക്കി തന്നെ പറയണം. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഹംസ, ഹ, ഐന്, ഗൈന് ഇതാണ് ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അവിടെ വഖഫ് ചെയ്തു. ഫീഹ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഫീഹ ഒരു അലിഫ് ഉണ്ട് അല്ലേ? നേരെ മറിച്ച് വറൂഹ് എന്നുള്ളടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിലോ തനസ്സലുൽ മലായികതു വറൂഹ്. തനസ്സലുൽ മലായിക അവിടെ ഹാത്താണ്. അപ്പോൾ ഹാത്ത് എന്നുള്ള സൗണ്ടിലാണ് മലായിക. അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? തനസ്സൽ. അപ്പോൾ ഓരോന്ന് വഖഫ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്ന് ഇങ്ങനെ പറയാം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ. تنزل الملائكة والروح فيها بإذن ربهم. وقفوا بإذن ربهم. അപ്പോൾ ഒറ്റ മീമായി. സുക്കുള്ള മീമിനെ നിയമങ്ങൾ 3 എണ്ണമാണ്.
മീമിന്റെ ശേഷം മീം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. മീമിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫ ചെയ്യണം, മറിച്ച് മണിക്കേണ്ടതാണ്. ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിന്റെ ശേഷമുള്ള നിയമമാണ്. ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം എന്നുള്ളതാണ്, വെളിവാക്കണം എന്നുള്ളതാണ്. ബാക്കി എത്ര അക്ഷരമുണ്ട്? ടോട്ടൽ 28 അക്ഷരങ്ങളാണുള്ളത്. ബാക്കി 26 അക്ഷരങ്ങൾ മീമിന്റെ ശേഷമുള്ള നിയമം പറഞ്ഞ മീമിന്റെ ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ടതാണ്. മീമിന്റെ ശേഷം ബാ ആണ് വന്നതെങ്കിൽ ഇഖ്ഫ ചെയ്യേണ്ടതാണ്. ബാക്കി ഏത് അക്ഷരം, ബാക്കി 26 അക്ഷരങ്ങൾ വന്നാലും അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക. تنزل الملائكة والروح فيها بإذن ربهم من كل أمر ربهم മണിക്കണം, കൂട്ടി യോജിപ്പിച്ച മതര മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി എന്നല്ല, മികുല്ലി എന്നല്ല, മിൻ കുല്ലി. നൂനിങ്ങനെ വരാൻ പാടില്ല, നല്ല വരുന്ന രൂപത്തിൽ. മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ സലാമുൻ ഹിയ സലാമുൻ മുൻ എന്ന് വെളിവാക്കണം. എന്താ കാരണം? തൻവീന്റെ ശേഷം നേരത്തെ പറഞ്ഞ ഇൽഹാറിന്റെ അക്ഷരമായ ഹ വന്നു, ഹംസ ഹ. നേരത്തെ ഏതാ പറഞ്ഞേ? മിൻ അൽഫി, മൂന്നാമത്തെ ആയത്ത് മിൻ അൽഫി. അവിടെ സുക്കൂനുള്ള നൂന് ശേഷം ഹംസ വന്നു. ഇവിടെ എന്താണ്? സലാമുൻ ഹി, ഹംസ അല്ല ഹ വന്നു. ഏതായാലും ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം. സലാമുൻ മുൻ എന്ന് വെളിവാക്കി പറയണം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ മത്ലഇൽ ഫജ്ർ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടി ഇനി എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ആക്കുക. ഒന്ന് ഇപ്പം ഈ പറഞ്ഞ രൂപത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓതുന്നു, അതിന് ശേഷം വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കുക. സ്വന്തമായിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഒന്ന് ഓതി നോക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പത്തെ ഓത്തും നമ്മൾ പിന്നെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചാണ് ഓതാൻ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഓതിപ്പോകുന്ന, നിയമങ്ങളൊന്നും പാലിക്കാതെ ഓതിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അവർക്കുള്ള ചെറിയൊരു ക്ലാസ്സാണ്, കഴിവിൻ്റെ പരമാവധി എന്നെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പോൾ ചെറിയൊരു മാറ്റം ഇതുവരെ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് ഓതി നോക്കുക, എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പിന്നെ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒക്കെ എന്ത് ചെയ്യുക, കമൻറ്റിലൊക്കെ ആയിട്ട് അറിയിക്കുക. പരമാവധി ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, എത്തിക്കുക. ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിനൊക്കെ ഒരു പ്രതിഫലം എല്ലാവർക്കും ലഭിക്കും. അല്ലാഹു തആല എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഈ ഇരുത്തം, ഈ ഒരു കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല അവൻ്റെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഓതി നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് 2-3 പ്രാവശ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ഓതി നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക.
കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് ളുഹറിന് അസറിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് ഓതി ശീലിക്കുക. അപ്പോൾ ഓരോ ദിവസം പഠിക്കുന്ന സൂറത്ത് അന്നാം എല്ലാ നിസ്കാരത്തിലും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇപ്പം എന്ത് ചെയ്യുക, ഇന്ന് ളുഹറിന് ഒരു ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യുക, സൂറത്തുൽ ഖദർ തന്നെ പാരായണം ചെയ്യാം. അല്ലെങ്കിൽ അസറിന് ക്ലാസ് ചിലപ്പോൾ ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഏതായാലും വേണ്ടില്ല, ഇന്ന് കേട്ടതിന് ശേഷം ഏത് നിസ്കാരത്തിനാണോ കേൾക്കുന്നത് അതിന് ശേഷമുള്ള നിസ്കാരത്തിന് എന്ത് ചെയ്യുക, ആ സൂറത്ത് ഓതുക. അതിന് ശേഷമുള്ള തുടർന്നുള്ള ഓരോ നിസ്കാരത്തിനും ഈ സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, ഒരു കാലത്തും മറക്കാത്ത രൂപത്തിൽ നമ്മുടെ കൽബിലുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് ഓതുമ്പോൾ, അടുത്ത നിസ്കാരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓതുമ്പം അങ്ങനെ ഓരോ സൂറത്തും നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പരമാവധി ഓതാൻ ശ്രമിക്കുക. ഇനി അഥവാ 3 ആയത്ത് ഓതാൻ കിട്ടുള്ളൂ, 3 ആയത്തെങ്കിലും പരമാവധി ഓതുക. നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്തൊക്കെ ഓതുക. കാരണം നിസ്കാരത്തിലൊക്കെ ഏറ്റവും നല്ലത് ചെറിയ സൂറത്ത് പൂർണ്ണമായിട്ടും ഓതലാണ്. ചെറിയ സൂറത്ത് എന്നല്ല, ഒരു സൂറത്ത് പൂർണ്ണമായിട്ടും ഓതലാണ് ഏറ്റവും നല്ലത്. അപ്പം എന്ത് ചെയ്യുക, പരമാവധി ഈ ഓതി തരുന്ന ചെറിയ സൂറത്തുകളൊക്കെ പരമാവധി കാണാതെ പഠിക്കുകയും എന്നും ഒരേ സൂറത്ത് ഇങ്ങനെ ഓതണ്ടല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് ആയിക്കോട്ടെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ആയിക്കോട്ടെ, നമ്മൾ ഏത് നിസ്കാരം ചിലപ്പോൾ ആ ഒരു സൂറത്ത് ദിവസം ഓതുന്ന ഒരേ സൂറത്തായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ സൂറത്തുകളെങ്കിൽ നമുക്ക് മനപ്പാടുണ്ടാകും. അപ്പോൾ അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഓതി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഒന്നുകൂടി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. തുടക്കം മുതൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഒന്ന് കണ്ണുപൂട്ടി സ്വന്തമായിട്ടൊന്ന് ഓതുക. ഓതി നോക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഓതി നോക്കി. ഈ 2 ആയത്ത് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ആക്കുക. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ഒന്നുകൂടെ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ഒന്നുകൂടെ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ഫസ്റ്റ് മുതൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر سلام هي حتى مطلع الفجر ഒന്നുകൂടെ. إنا أنزلناه
أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. അപ്പം ഇൻഷാ അല്ലാഹ് വീണ്ടും 1-2-3 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മനഃപ്പാടമാക്കാൻ സാധിക്കും. ഇതിന് പുറമെ മനഃപ്പാടമാക്കുന്നതിന് മുമ്പ് മനഃപ്പാടമാക്കലല്ല, ഓത്ത് പഠിക്കലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ശേഷം മാത്രമേ മനഃപ്പാടമാക്കാൻ പാടുള്ളൂ എന്ന് ഉണർത്തുകയാണ്. ഈ സൂറത്തല്ല, ഏത് സൂറത്തായാലും നമ്മൾ പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ രൂപത്തിൽ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ഇനിയും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വീഡിയോ നീണ്ടുപോകും എന്ന പിന്നെ ആ ഒരു കാര്യം വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്റ്റോപ്പ് ആക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി കേൾപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പിന്നെ കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പിന്നെ ഷെയർ ചെയ്ത് ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ആളുകൾ കണ്ടിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മുടെ ക്ലാസ് കേൾക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു തൊട്ടടുത്തൊരു ബെല്ല് പോലത്തെ ഒരു ചിഹ്നം ഉണ്ടാവും, അവിടെയൊക്കെ നീ ഒന്ന് പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ആളെന്നുണ്ടാവും, ഇംഗ്ലീഷിലെ ആൾ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ് സ്ഥിരമായിട്ട് അയക്കുന്നൊക്കെ കേൾക്കാൻ കാണാനൊക്കെ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതും അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വിശുദ്ധ കലാമിനെ വേണ്ടതുപോലെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള നല്ല റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, നല്ല നീയത്തോടുകൂടെ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ നിസ്കാരത്തിലൊക്കെ ഓതാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.